രാഹുൽ ഗാന്ധിക്കെതിരായ ബി.ജെ.പി. എം.പി നിഷികാന്ത് ദുബെ നൽകിയ പരാതിയിൽ ലോക്സഭാ പ്രിവിലേജ് കമ്മിറ്റി ഇന്ന് തെളിവെടുപ്പ് നടത്തും. അദാനി വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ രാഹുലിന്റെ പരാമർശമാണ് പരാതിക്ക് ആധാരം. രാഹുലിന്റെ പ്രസംഗം അപകീർത്തികരവും സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് എന്നാണ് ദുബെയുടെ പരാതി. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് കൊടിക്കുന്നിൽ സുരേഷാണ് സമിതിയിലുള്ളത്. DMK നേതാവ് TR ബാലു, തൃണമൂൽ കോൺഗ്രസ് നേതാവ് കല്യാൺ ബാനർജി എന്നിവരാണ് പ്രതിപക്ഷ പാർട്ടിയിൽ നിന്ന് സമിതിയിലുള്ളവർ. BJP MP സുനിൽ സിംഗ് അധ്യക്ഷതയിലുള്ള പ്രിവിലേജ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷവും BJP അംഗങ്ങളാണ്. രാഹുൽ കുറ്റക്കാരനാണെന്ന് പ്രിവിലേജ് കമ്മിറ്റി കണ്ടെത്തിയാൽ അദ്ദേഹത്തിന് ലോക്സഭാ അംഗത്വം റദ്ദു ചെയ്യാനാകും. ഗീസ് വിവരങ്ങളുമായി ചേരുന്നു. ഗീസ്, ഇത് വളരെ നിർണായകമായ ഒരു വിഷയമാണ്. രാഹുൽ ഗാന്ധിയുടെ അംഗത്വം വരെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായേക്കാം. ഒരുപക്ഷെ ഈ ആരോപണം സത്യവും വ്യക്തവുമാണ് എന്ന് തെളിഞ്ഞാൽ എങ്ങനെയാണ് തുടർ നടപടികൾ? ഫിജി, തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഒരു സമിതിയാണ് ഇന്ന് രൂപം ചേരുന്നത്. പ്രധാനമായിട്ടും സമിതിയിലെ അംഗങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ലോക്സഭ അംഗങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും സമിതിയിൽ നിൽക്കുന്നത്. സമിതിയിൽ കോൺഗ്രസിന്റെ ദേശീയ വിപ്പായ കൊടിക്കുന്നിൽ സുരേഷാണ് കോൺഗ്രസിൽ നിന്നും പ്രതിനിധീകരിക്കുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളിലായ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധി കല്യാൺ ബാനർജി, ഒപ്പം DMK പ്രതിനിധിയായിട്ടുള്ള TR ബാലു എന്നിവരാണ് പ്രധാനമായിട്ടും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ളത്. ഒപ്പം എടുത്തു പറയേണ്ടത് MP സുനിൽ സിംഗ്, അദ്ദേഹം അധ്യക്ഷനായ സമിതിയാണ് ഇന്ന് ഇത് പരിശോധിക്കുക. ഒപ്പം തന്നെ ഈ നിഷാന്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. നിഷാന്ത് നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തയച്ചിരുന്നു. ഓം ബിർളയുടെ കത്തയച്ച പരാതിയിൽ പ്രധാനമായിട്ടും നിഷാന്ത് ചൂണ്ടിക്കാണിക്കുന്നത് സഭാ നടപടികളെ അപകീർത്തിപ്പെടുത്തുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം എന്നതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നമുക്കറിയാം, ഇത്തരത്തിൽ ഈ പരാതി നൽകിയെ തുടർന്ന് സ്പീക്കർ ഇടപെട്ടിരുന്നു. ഈ രാഹുൽ ഗാന്ധിയുടെ പരാമർശം രേഖകളിൽ നിന്നും നീക്കം ചെയ്തതും നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ സഭാ നടപടിയിൽ നിന്നും ഈ പരാമർശം നീക്കിയതിന് പിന്നാലെ അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. അത്തരത്തിലുള്ള പ്രധാന വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേരത്തെ തന്നെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഇത് മാർച്ച് 14-ാം തീയതി, അതായത് ഈ വരും ആഴ്ച, ഈ മാർച്ച് 14-ാം തീയതി ഈ കേസിൽ ഒരു അന്തിമ തീരുമാനം ഈ സമിതി എടുത്തേക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. കാരണം ഈ സമിതി രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ സമിതിക്ക് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം നിർത്തിവെക്കുവാനുള്ള, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ അംഗത്വത്തിൽ നിന്ന് പിൻവലിക്കുവാനുള്ള അവകാശം ഈ സമിതിക്കുണ്ട് എന്നതാണ് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്. ഈ സമിതിയിലുള്ളത് BJP അംഗങ്ങളാണ് ഭൂരിപക്ഷം ഉള്ളത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സമിതി എന്ത് തീരുമാനം എടുക്കുന്നു എന്നതാണ് പ്രധാനമായിട്ടും ഉറ്റുനോക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഒരു തിരിച്ചടി നേരിടുമോ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് സമിതിയിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നതാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന വാദം എന്നത്. ഇതിൽ ഇപ്പോൾ തന്നെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ലോക്സഭയിൽ നിന്നും സഭാരേഖകളിൽ നിന്നും ഇത് പരാമർശം നീക്കിയ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നതാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ നേതൃത്വത്തിനൊപ്പം തന്നെ DMKയും ഈ വാദം തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു സമീപനം എന്തായിരിക്കും എന്നതാണ് വളരെ നിർണായകമായിട്ടുള്ളത്. കാരണം നമുക്കറിയാം, കുറച്ച് ദിവസമായിട്ട് പ്രതിപക്ഷ ഐക്യത്തിനോടുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ വിയോജിപ്പ് അത് ഏത് രീതിയിൽ ഇവിടെ പ്രതിഫലിക്കും എന്ന കാര്യത്തിലൊക്കെ ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള തീരുമാനം സമിതി ഇന്ന് മൊഴിയെടുക്കുമ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം ഈ വിഷയത്തിൽ 14-ാം തീയതി സമിതി എടുക്കും എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഫിജി, ശരി.